വാജിക യെസ്, ഞാൻ നമ്മള് ചൈൽഡ് ക്യാൻസർ കെയർ ഫൗണ്ടേഷനൊക്കെ വന്നിട്ടുള്ളത്. ഇന്നലെ എൻ്റെ അടുത്തൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അവര് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയാം. നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നതാണ്. ഇവരാണ് ഇന്നലെ എൻ്റെ ഷോപ്പിൽ വന്നത്. അപ്പോൾ ഹോപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ. എൻ്റെ പേര് സൗമ്യ. ഹോപ്പ് എന്ന് പറയുന്നത് 2016 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു NGO ആണ്. നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് അവരുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് സമയത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ട്രീറ്റ്മെന്റ് സമയത്ത് അവർക്ക് അടുത്ത് തന്നെ സ്റ്റേ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വെച്ചാൽ അവർക്ക് വേണ്ട ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാനുള്ള ഒരു വാന്, ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. വേറൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ബാല്യമാണ് നഷ്ടപ്പെടുന്നത്. ബാല്യകാലം കംപ്ലീറ്റ് അങ്ങ് പോകും. ഇപ്പോൾ ഒരു 10 മാസത്തിൽ ഒരു വയസ്സിലൊക്കെ കുട്ടികൾക്ക് ക്യാൻസർ വന്നാൽ 5 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് പോവുകയാണെങ്കിൽ ഏകദേശം 6 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിന്നെ ആ കുട്ടി സ്കൂളിങ്ങിലേക്ക് സംഭവങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതുവരെയുള്ള ഒരു പീരീഡ് ഭയങ്കര ക്രൂഷ്യലാണ്. ഞാനിവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു, പക്ഷെ പലതും എനിക്ക് നിങ്ങളോട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന, ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ NGOക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുക. ഒരു കുട്ടിയുടെ ബാല്യം പോലും ഈ ക്യാൻസറിനാൽ പൊലിഞ്ഞു പോവരുത്. അതാണ് ഈ റംസാനിലെ എൻ്റെ പ്രാർത്ഥന.